NMMS പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും നല്ലൊരു ചോദ്യമാണ്. സാറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണിത്. കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്, പക്ഷേ ഇതെല്ലാവരും തെറ്റിക്കും ഉറപ്പാണ്. ഇതിൻ്റെ ഉത്തരം കിട്ടാൻ പലർക്കും ഭയങ്കര പാടായിട്ട് തോന്നും. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. എന്നതിന് ശേഷം മാത്രം വീഡിയോ മുന്നോട്ട് കാണുക. എന്നാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ്റെ ആ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാകൂ. ചെയ്യാൻ ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആൻസർ പറയാൻ പോവുകയാണ്. ഇപ്പോൾ വീഡിയോ കാണുന്നവർ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് പറ്റാത്തവർ ആൻസർ കണ്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കിയാണ് 1/3.2ൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ 1/0.032 എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഈ സംഖ്യയാണ് എഴുതുന്നത്. 1/0.032 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുക. ഈ വാല്യൂ എത്ര എന്നാണ് കണ്ടത്. അതിനുവേണ്ടി ഒരു ടിപ്പ് എന്താ പറയുന്നത് പോയിന്റ് എന്ന രീതിയിൽ ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ ഈ കൊടുത്തിരിക്കുന്നതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം അതിനുള്ള എളുപ്പമാർഗ്ഗമാണ് പറയുന്നത്. ശ്രദ്ധിച്ച് നോക്കുക. 1/ ഈ സംഖ്യ നോക്കിയാണ് 032 ആണ്. പോയിന്റ് ഉണ്ടേ, ദശാംശം പോയിന്റ് ഇവിടെയാണ് കിടക്കുന്നത്. 032 ആണ് കിടക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഉത്തരം ചെയ്യുന്നത് ഇതുപോലെ ചെയ്യാൻ പോകാം. 1/3.2 എന്ന് എഴുതുന്നു. ഈ സംഖ്യ എഴുതുന്നു. ഈ സംഖ്യ എങ്ങനെ ഇങ്ങനെയാകും? 3.2 എപ്പോഴാണ് 0.032 ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഖ്യയെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇൻറ്റു 1/ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം നോക്കുകയാണ്. ഇവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. ആ പോയിന്റ് ഇവിടെയാണ് കിടക്കുന്നത്. അത് 2 സ്ഥാനം മാറണമെങ്കിൽ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ 3.2 ഇൻറ്റു നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. ഇങ്ങനെ ആലോചിക്കണം. 3.2നെ എത്ര കൊണ്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഉത്തരം എന്തായിട്ട് വരുന്നത്? 0.032 ആകുന്നത്. ഇത് മനസ്സിലാക്കുക ആദ്യം തന്നെ. ഈ സ്റ്റെപ്പാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. താഴെ അടിക്കോട്ട് എഴുതിയേക്കുന്നേ ഉള്ളൂ. ഈ /100നെ ഞാൻ ഇൻറ്റു 1/100 എന്ന് എഴുതിയെന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ്, എളുപ്പമാർഗ്ഗത്തിനാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ 3.2 ഇൻറ്റു 1/, എന്തുകൊണ്ട് ഇങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എഴുതാനേ പറ്റൂ. ഇങ്ങനെ എഴുതിയാൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടും. മനസ്സിലായില്ലേ? ഈ സ്റ്റെപ്പ് ആദ്യം മനസ്സിലാക്കിയേ. എൻ്റെ തൊട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ എഴുതുന്നു 1/3.2/100 എന്ന് എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാമല്ലോ. ഇങ്ങനെ എഴുതാം. പക്ഷെ ഇവിടെ 2 സംഖ്യ ഉണ്ട്. ഈ ഡിവിഷൻ കഴിഞ്ഞിട്ട് ഇവിടെ 2 സംഖ്യ ഉണ്ടെങ്കിൽ അതുപോലെ ഇവിടെയും ഫ്രാക്ഷൻ ആക്കാം. 1/1 എന്ന് എഴുതാം. യാതൊരു തെറ്റും ഉണ്ടാവത്തില്ല. ഇപ്പം 1/1 എന്ന് എഴുതി. ഇപ്പം ഇവിടെയും ഫ്രാക്ഷൻ ഭിന്നസംഖ്യയാക്കി, ഇവിടെയും ഭിന്നസംഖ്യയുണ്ട്. അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. 1/1 ഇൻറ്റു ഈ ഡിവിഷൻ മാറി ഇൻറ്റു ആവണമെങ്കിൽ ഈ സംഖ്യ തിരിയണം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവണം. 100/3.2 എന്നാവണം. മനസ്സിലായല്ലോ? ഇതും മനസ്സിലാക്കാൻ ഒന്നുമില്ല. ഈ ഡിവിഷൻ മാറിയതാ ഈ ഗുണിതമാകണമെങ്കിൽ ഈ താഴത്തെ സംഖ്യ, ഈ ഭിന്നസംഖ്യ തിരിഞ്ഞു വരണം, അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറയും. ഇങ്ങനെയായി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം. ഇവിടെ വെച്ചാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കറിയാം 1/3.2. ഇത് നോക്കിയാണ് 1/3.2 എന്ന് എഴുതാണ്ട് 1/3.2 എന്ന് ഞാൻ എഴുതി. ഇൻറ്റു 100/1 എന്ന് എഴുതി. ഇപ്പോൾ ഈ എഴുതിയ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നില്ല. ഒന്ന് തിരിച്ചെഴുതി. ഈ 3.2 ഈ 1ൻ്റെ കൂടെ എഴുതി, ഈ 100ൻ്റെ കൂടെ ഈ 1 എഴുതാം. ഇങ്ങനെ എഴുതാൻ സാധിക്കും. അതിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ നോക്കിയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1/3.2 എത്രയാണ്? തന്നിട്ടുണ്ട് 0. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ഈ കൊടുത്തിരിക്കുന്നതിൻ്റെ വാല്യൂ എത്രയാണ്? 0.3125 ആണ്. ഇൻറ്റു എത്രയാണ് ചെയ്യേണ്ടത്? 100. ഇതിൻ്റെ വാല്യൂ ഈ എഴുതി. 100/1 എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ എന്ന് പറയുമ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 0.3125ൻ്റെ കൂടെ 100 ഗുണിക്കണം എന്ന് പറയുമ്പം പോയിന്റ് ഇങ്ങോട്ടേക്ക് മാറും. അപ്പോൾ ഉത്തരം എത്ര വരും? 31.25 ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 31.25 ആണ്. എത്ര പേർക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി നിങ്ങൾ തന്നെ വിലയിരുത്തി നോക്കുക. വീഡിയോ കാണുന്നവർക്കറിയാമല്ലോ, ക്വസ്റ്റ്യൻ ഞാൻ പോസ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വാല്യൂ കിട്ടിയവർക്ക് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയത്. അപ്പം ചിലവർക്കൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്ന് ചിന്തിക്കുന്നു ഞാൻ. എന്തായാലും പഠിക്കുക. ഇങ്ങനത്തെ ചോദ്യങ്ങൾ പരീക്ഷയിൽ ചോദിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടാൽ സിമ്പിൾ ആയിരിക്കും, പക്ഷേ ഉത്തരം ചെയ്ത് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും NMMSന് വരുന്നതെന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ ഇതൊരു കോമ്പറ്റീഷൻ എക്സാമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാവും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നവർക്ക് മാർക്ക് കിട്ടും. അപ്പോൾ അയാൾക്ക് റാങ്ക് കൂടുതലായിട്ട് കിട്ടും, അയാൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. മനസ്സിലായല്ലോ? അപ്പം ഈ രീതിയിൽ പഠിച്ച് വെച്ചേക്കുക. പഴയ വീഡിയോസ് കാണാത്തവർ അത് കാണുക.